ഞാനിന്ന് പറയാൻ പോകുന്ന നമ്മളെ സുരേഷ് ഗോപിനെ കുറിച്ചാട്ടാ. തൃശ്ശൂരിന്റെ MP, നമ്മുടെ സംഘികളുടെ SG കുറിച്ച്. കുറച്ച് ദിവസമായി മൂപ്പർ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളെ കുറിച്ച്, ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചാൽ മൂപ്പർക്ക് ഗംഗ കയറും. ചില മാധ്യമങ്ങളെ കാണുമ്പോൾ മൂപ്പർക്ക് പ്രത്യേകിച്ച് ഗംഗേന്റെ ഗംഗ കയറും. നമുക്ക് കാണാനല്ല 2 ദിവസമായിട്ട് കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളില്. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഗംഗകേരി ജബൽപൂർ എന്ന് കേട്ടപ്പോ ഗംഗകേരി. പിന്നെ ആ ഡയലോഗ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നീ ആര് എന്തിന് വന്ന് നമ്മുടെ രായമാണിക്യത്തിലെ ഡയലോഗാണ്. എല്ലാവരും വന്നിട്ട് ഇയാൾ അഭിനയിച്ച സിനിമയിലെ ആ പ്രേതം മാത്രയൊക്കെ കൂടുന്നു. അത് മാത്രമല്ല, ഇയാൾ കാണുന്ന സിനിമയിലെ ഇയാൾ ചിലപ്പോൾ എനിക്കൊന്ന് അതിനു മുന്നേ ഈ രായമാണിക്യം കണ്ടിട്ടുണ്ടാവും. ആ രായമാണിക്യത്തിൽ അതിന്റെ പ്രേതം കയറി എന്തിനാണ് വന്നത്. പ്രത്യേകതരം മനുഷ്യനാണ്. കൂടെ ചിരിക്കുന്നുണ്ടോ കുറെ കോമാളികള് കൈരളി നിൽക്കുമ്പോൾ? എന്തായാലും സുരേഷ് ഗോപി നിങ്ങളെ വിസർജനത്തിനും കാട്ടി ക്വാളിറ്റി ഉണ്ട് കൈരളിക്ക്. പിന്നെ നമ്മളെ പഴയ സിനിമയിലെല്ലാം കാണുമല്ല, വില്ലൻ എന്തെങ്കിലും നായികനോട് പറയല്ല, പിന്നെ ഞാൻ വിടിലെടി എന്ന് പറയുമ്പോൾ കൂടെ ചിരിക്കുന്ന കോമാളികളുണ്ട്. സെയിം കോമാളികൾ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. കേൾക്കണം, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ജബൽപൂരിൽ ക്രിസ്ത്യൻ പള്ളി പുരോഹിതനെ ആക്രമിച്ചതിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ കണ്ണിൽ സംഭവിച്ചിട്ടില്ല. അത്രയും ആൾക്കൂട്ടം ആ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനെല്ലാം ആക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു. അതൊന്നും ഈ വിരുദ്ധം കണ്ടില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. എല്ലാ ക്രിസ്ത്യാനികളും കേൾക്കണം കേട്ടാ. അത് സംഭവിച്ചു എന്ന് പറയാൻ വരെ നടക്കുന്നില്ല ഇയാൾക്ക്. ജബൽപൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ചൊറിച്ചിൽ വരുന്നത്. മണിപ്പൂരിൽ സംഭവിച്ചത്, UP-യിൽ സംഭവിച്ചതൊന്നും ഇവർ കാണുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഉളുപ്പില്ലാണ്ട് വരുന്നുണ്ടല്ലോ. ഞാനത് ആലോചിക്കുന്നു. ഭയങ്കരം തൊലിക്കട്ടുള്ള മനുഷ്യനാണ്. നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇതാണുള്ള മറുപടി. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. അവസ്ഥ ആലോചിച്ചോടെ ഒരു കേന്ദ്രമന്ത്രി പറയുന്നതാണ് അക്ഷരം മാറ്റണം എന്നല്ല, ഓരോ വാക്കിന്റെ. എനിക്കും നിങ്ങൾക്കും പറയാം, കാരണം നമുക്കല്ല ആ ഒരു ഇതല്ലേ ഉള്ളൂ. ഇയാളൊരു കേന്ദ്രമന്ത്രി, ഒരു സിനിമാ നടൻ, ഇത്രയും പ്രമുഖനായ ഏതെല്ലാം മാധ്യമങ്ങൾ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇയാൾ പറയുന്നത് അക്ഷരം മാറ്റണം. അത് മാത്രമല്ല, ബ്രിട്ടാസ് കേൾക്കുമ്പോൾ ഇയാൾക്ക് കരിപ്പാന്ന്. ബ്രിട്ടാസിനെടുക്കുന്ന ഇന്നലെ വയറ് നെറിയ കിട്ടിയതല്ല. ആ കിട്ടിയതിന് ശേഷം ബ്രിട്ടാസ് എവിടെയെങ്കിൽ ഇയാൾക്കെതിരെ ഒരു മാന്യത ഇല്ലാത്ത രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ആ സംസാരിച്ചതല്ലാണ്ട് അത് കൃത്യമായിട്ട് കൊള്ളേണ്ട കൊണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങിയിട്ട് ഇയാൾ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. വീട്ടിൽ പോയി പറ, അവിടെ പോയി പറ, നീ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു മാധ്യമത്തിന് അധിക്ഷേപിക്കുന്നുണ്ട് ബ്രിട്ടാസ്. തോക്കുമ്പോൾ ആൾക്കാരുടെ പ്രശ്നം പറഞ്ഞെത്തൂല്ലെങ്കിൽ ഇങ്ങനെ മേത്ത് കയറുക, ഇതുപോലുള്ള അശ്ലീലങ്ങൾ പറയുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അതെല്ലാം ഇവരവസ്ഥ. ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പള്ളിയിലേക്ക് തൊലിക്കട്ടി ആലോചിച്ച് നോക്കട്ടെ. ജബൽപൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാണ്ട് അവിടുത്തെ പള്ളിയിൽ അച്ഛനെ ആക്രമിച്ചതിനെ കുറിച്ച് ന്യായീകരിച്ചിട്ട് നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. അവസ്ഥ ആ കൊലയിലുണ്ടല്ലോ, ഉന്നത കൊല, ഭക്ഷണമെല്ലാം അവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഇത് തൃശ്ശൂരിലെ കൊരട്ടിപ്പള്ളി പോയതാട്ടാ. കൊരട്ടിമുത്തിനെ കാണാൻ വേണ്ടിട്ട് അവിടെ പോയപ്പോ നമ്മളെ നാട്ടിലെല്ലാം പറയും ഇത് ഈ പോത്തിനെല്ലാം അറക്കുന്നതിന് മുമ്പില് അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിന് കോഴിനെ അറക്കുന്നതിന് മുമ്പിൽ ഭക്ഷണം കൊടുക്കുന്ന അറിയും. എനിക്ക് സെയിം ആ ഒരു വിഷ്വലാണ് എനിക്ക് ഓർമ്മ വരുന്നേട്ടാ. ഉന്നത കൊല വിട്ടിട്ടൊരു കാര്യമില്ല. ഉന്നത കൊല പച്ചക്കൊല, പക്ഷെ അതാണ് ആലോചിക്കുന്നത്. പച്ച എന്താ പറ്റിയ സുരേഷ് ഗോപി? അനുഗ്രഹിക്കുന്നുണ്ടാ പള്ളിയിലൊക്കെ. വേറെ ഒരു വീഡിയോ നിങ്ങളെ FB-ലോ നിങ്ങളെ ഇട്ടിട്ടില്ലെങ്കിൽ, നിങ്ങളെ പേജിൽ ഇട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. സംഘികൾ കാണട്ടെ. ഉത്തരേന്ത്യയിലായാലും നിങ്ങളെ കൂടിയുള്ള നല്ല സംഘികൾ കാണണം. ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ആക്രമിക്കുന്ന സംഘികൾ. കാരണം ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എത്ര സ്നേഹത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത്. ആക്രമിക്കുന്ന അറിഞ്ഞിട്ടും ശത്രുവാണെന്ന് അറിഞ്ഞിട്ടും പാരവെക്കുന്ന അറിഞ്ഞിട്ടല്ല സ്വീകരിക്കുന്നുണ്ടല്ല. ഇതുപോലെ നിങ്ങളന്ന് മുസ്ലിം പള്ളിയിൽ പോയിട്ട് നോമ്പു കഞ്ഞി കുടിച്ചിട്ടില്ലേ? അതൊന്നും നിങ്ങൾ ഇട്ടില്ല. അതെല്ലാം ഇടണം. എത്ര ശത്രുക്കളാണെങ്കിലും ആ കയറി ചെല്ലുമ്പോഴുള്ള സ്വീകരണം അത് ഉത്തരേന്ത്യയിലെ സംഘികൾ കാണണം. ഇവരെല്ലാം ആക്രമിക്കുന്ന സംഘികൾ മനുഷ്യത്വം എന്താന്ന് കാണിക്കുന്നത് കേട്ടാ. നിങ്ങളിത് ഇടൂല, അത് വേറെ കാര്യം. അടുത്തത് കാണാലോ.
നോട്ടെല്ലാം കണ്ട എന്താ അവസ്ഥ. അത് കൊരട്ടിമുത്തിന്റെ വിഗ്രഹം, അത് ആ ഒരു പ്രതിമ കൊടുക്കുന്നേ തോന്നുന്നു കേട്ടോ. ഇതെന്തായാലും നിങ്ങളെ പേജിലിടൂല. ഇതെങ്ങാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ സംഖ്യകൾ, ഉത്തരേന്ത്യ സംഖ്യകൾ നിങ്ങളെ കടിച്ച് കീറും. സുരേഷ് ഗോപി മതം മാറി ക്രിസ്ത്യന് പള്ളിയിൽ അച്ഛൻ എടുക്കുന്ന സാധനം വാങ്ങിക്കണം. നിങ്ങൾ UP-യിലോ ഗുജറാത്തിലോ പോയിട്ട് നിങ്ങളെ വഴിയിലിട്ട് അടിച്ചു കൊല്ലും സംഖ്യകൾ. പാർലമെന്റിലൊക്കെ നിങ്ങൾക്ക് അടി കിട്ടും കേട്ടാ. ഇതൊക്കെ കാണണം സംഖ്യകളല്ലോ. പിന്നെ പള്ളിയിൽ അച്ഛന്മാരോട് ക്രിസ്ത്യാനികൾ, നിങ്ങളിതെല്ലാം ഈ ഇവന്റെ കളി കാണുന്നില്ല. ഓരോ മാധ്യമത്തിന് മുന്നിലെല്ലാം പറയുന്നത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മണിപ്പൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരേന്ത്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയും ഈ വീഡിയോ കണ്ടിട്ട് അവരെ സമ്മതിക്കാത്ത, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാത്ത ഈ സംഘികളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. എല്ലാവരും അതിന്റെ മുസ്ലിമിന് ശേഷം ക്രിസ്ത്യാനിനെ ആക്രമിക്കുന്നു. അങ്ങനെയല്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഒരുമിച്ച് തന്നെ ആക്രമിക്കുന്നു. പിന്നെ കേരളത്തിൽ ഞാൻ പറയുന്ന ജബൽപൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ട. ആ ഉന്നത കൊല, പച്ചക്കൊല വെച്ചിട്ട് തന്നെ അടിക്കും. പച്ചക്കൊല ശരിക്കും ഞാൻ പച്ചക്കൊല ഇഷ്ടമല്ല ഇവർക്ക് സംഖ്യ. പച്ചക്കൊല വെച്ചിട്ട് തന്നെ അടിക്കും. പള്ളിയിലച്ഛന്മാരെ എല്ലാം ശ്രദ്ധിച്ചോ. പള്ളിയിലച്ഛനെ മാത്രമല്ല, എല്ലാവരും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാം. ആദ്യം മുസ്ലിം, കൂടെ തന്നെ ക്രിസ്ത്യാനി, പിന്നെ ദളിതനിലേക്ക് എത്തും. നോക്കിക്കോ, ഞാൻ പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചോ. പക്ഷെ അതിനെതിരെ ശക്തമായിട്ട് എവിടെ പ്രതികരിച്ചില്ലെങ്കിലും കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അത്രേ നമുക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ഇതുപോലെയുള്ള അഭിനയ കുലപതികൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാ. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്, അവരുടെ ഉള്ളിലെ മൃഗം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. നിങ്ങളെല്ലാം ദയവ് ചെയ്തിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഈ സന്തോഷത്തിനെല്ലാം ഒരു ദിവസം ഇവർ അറുതി വരുത്തും. കണ്ണീര് നീതി ഈ കേരളത്തിൽ വീഴ്ത്തും ഇവര്. പ്ലീസ് അതൊന്നും മനസ്സിലാക്ക്. എന്നാ ശരി.